ഒടുവിൽ ആ ബ്രഹ്മാണ്ഡ ചിത്രം ക്രിസ്മസ് റിലീസായി എത്തുകയാണ്. പറഞ്ഞത് മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയെക്കുറിച്ചാണ്. കുറച്ചു നാളുകളായി ചിത്രത്തിന്റെ റിലീസ് ഉടൻ ഉണ്ടാകും എന്ന പ്രഖ്യാപനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായില്ല. ആദ്യം ദീപാവലി റിലീസായി വൃഷഭ എത്തുമെന്നാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. പകരം നവംബർ 6-ന് വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒടുവിൽ അതും നീട്ടിവെക്കുകയായിരുന്നു. ക്രിസ്മസ് റിലീസായി ചിത്രം ഡിസംബർ 25-ന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പുതിയ അപ്ഡേറ്റ്. വൃഷഭയുടെ പുതിയ റിലീസ് തീയതി നായകൻ മോഹൻലാലാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. സിനിമയുടെ ഒരു മോഷൻ പോസ്റ്ററും പങ്കുവച്ചിട്ടുണ്ട്. 2 വ്യത്യസ്ത ലുക്കിലാണ് മോഹൻലാലിനെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പഴയ കാലത്തെ യോദ്ധാവിന്റെ ലുക്കിലും പുതിയ കാലത്തെ എക്സിക്യൂട്ടീവ് ലുക്കിലും താരത്തെ പോസ്റ്ററിൽ കാണാം. കന്നഡ സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് വൃഷഭ. ഒരു അച്ഛന്റെയും മകന്റെയും ബന്ധത്തിൽ അവതരിപ്പിക്കുന്ന കഥയാണിതെന്നാണ് സൂചന. ആക്ഷൻ, വൈകാരികത, പ്രതികാരം, വിധി എന്നിവയെല്ലാം കോർത്തിണക്കി ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് വൃഷഭ പ്രേക്ഷകർക്ക് സമ്മാനിക്കുക. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന വൃഷഭയിൽ മോഹൻലാലിന്റെ മകനായി തെലുങ്ക് നടൻ റോഷൻ മേക്കയും എത്തുന്നുണ്ടെന്നാണ് വിവരം. വൃഷഭയുടെ ടീസർ നേരത്തെ പുറത്തു വന്നിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ ടീസറിൽ കാണാം. ചിത്രത്തിന്റെ പോസ്റ്ററും ടീസറുമെല്ലാം വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. ഒരു പീരീഡ് ആക്ഷൻ ഡ്രാമ ചിത്രമായ വൃഷഭ മലയാളത്തിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരിച്ചതാണ്. ഹിന്ദി, കന്നഡ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും. കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിംസും ചേർന്ന് അവതരിപ്പിക്കുന്ന ചിത്രം ആശീർവാദ് സിനിമാസ് ആണ് കേരളത്തിലെത്തിക്കുന്നത്. ആന്റണി സാംസൺ ഛായാഗ്രഹണവും KM പ്രകാശ് എഡിറ്റിംഗും നിർവഹിക്കുന്ന ചിത്രത്തിൽ സാം CS സംഗീതവും റസൂൽ പൂക്കറ്റി സൗണ്ട് ഡിസൈനിങ്ങും ഒരുക്കുന്നുണ്ട്. 2025-ൽ ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച നടനാണ് മോഹൻലാൽ. 200 കോടി ചിത്രങ്ങൾ. എമ്പുരാൻ തുടരും. ഇതിനു പുറമെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കൂടി ലഭിച്ചപ്പോൾ 2025 അക്ഷരാർത്ഥത്തിൽ ലാലേട്ടന്റെ ഭാഗ്യവർഷമായി. ഈ സാഹചര്യത്തിൽ വൃഷഭ കൂടി ബോക്സ് ഓഫീസ് കീഴടക്കാൻ കളത്തിലെത്തുമ്പോൾ അത് ഇരട്ടി മധുരമാകും ലാലേട്ടൻ ആരാധകർക്ക്. ഇനി എന്തൊക്കെ അത്ഭുതങ്ങളാണ് വൃഷഭയിൽ ഉള്ളതെന്ന് കാത്തിരുന്നു തന്നെ കാണണം. എന്തായാലും ലാലേട്ടന്റെ ആ മാസ്മരിക പ്രകടനം പാൻ ഇന്ത്യ കീഴടക്കും എന്നുറപ്പാണ്.